അപ്പോൾ മണാലിയിൽ മഞ്ഞൊഴിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം മഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് മണാലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ആൾക്കാരാണോ നിങ്ങളെങ്കിൽ നിങ്ങൾ പാക്കേജ് എടുത്ത് പോകണോ അതോ സെൽഫായിട്ട് പോകണോ? ഞാൻ പറയുന്നു നിങ്ങൾ പാക്കേജ് എടുക്കണം എന്നാൽ സെൽഫായിട്ട് പോകണം. അതെങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ഫബീറാണ്, വെൽക്കം ബാക്ക് FJ Vloggers. ഇപ്രാവശ്യം മഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് മണാലി പോകാൻ പ്ലാൻ ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു കാരണവശാലും ഡയറക്റ്റ് കേരളത്തിൽ നിന്ന് മണാലിയിലേക്കുള്ള പാക്കേജ് എടുക്കാതിരിക്കുക. പകരം ഡൽഹിയിൽ വന്നിട്ട് ഡൽഹിയിൽ നിന്ന് മണാലിക്കുള്ള പാക്കേജ് ചൂസ് ചെയ്യുക. ഇങ്ങനെ ആകുമ്പോഴുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ബഡ്ജറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് മണാലിക്ക് ഡയറക്റ്റുള്ള പാക്കേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പാക്കേജ് തരുന്ന ആൾക്കാർ നമുക്ക് ഒന്നെങ്കിൽ കേരളത്തിൽ നിന്ന് ഡൽഹി വരെയുള്ള ട്രെയിൻ ടിക്കറ്റോ അല്ലെങ്കിൽ ഫ്ലൈറ്റിനാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുമെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റോ അവർ പ്രൊവൈഡ് ചെയ്യും. അതിന് അവർ ചെറിയൊരു സർവീസ് ചാർജും ഈടാക്കും. എന്തിനാണ് നമ്മൾ ആ സർവീസ് ചാർജ് അവർക്ക് കൊടുക്കേണ്ട കാര്യമുള്ളത്? അതിന് പകരം നമുക്ക് തന്നെ സ്വന്തമായിട്ട് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് വേണ്ട കമ്പാർട്ട്മെൻറ്റ് AC ആയാലും 2 AC ആയാലും ഇനി സ്ലീപ്പർ ആയാൽ പോലും ഇനി ഫ്ലൈറ്റ് വേണമെങ്കിൽ ഫ്ലൈറ്റ് ആയാൽ പോലും നമുക്ക് തന്നെ സെൽഫായിട്ട് എടുക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാർഡുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ടിക്കറ്റ് ചീപ്പായിട്ട് കിട്ടാനും ഓപ്ഷൻസ് ഉണ്ട്. ഇനി നിങ്ങൾ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും സെൽഫായിട്ട് മണാലി പോയിട്ട് കറങ്ങി തിരിച്ച് വരാനുള്ള പ്ലാൻ നിങ്ങൾ നോക്കരുത്. അതിന് പകരം ഡൽഹിയിൽ നിന്ന് മണാലി പോയിട്ട് തിരിച്ച് ഡൽഹിയിലേക്ക് എത്തുന്ന രീതിയിലുള്ള പാക്കേജ് എടുക്കുക. നിങ്ങൾ സെൽഫായിട്ട് ഇവിടുന്ന് മണാലിലേക്ക് പോയി കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അപ്പ് ആൻഡ് ഡൗൺ ബസ്സിന് കൂടിയിട്ട് നമുക്ക് ഏകദേശം 1500 രൂപയുടെ അടുത്ത് നമുക്ക് ചിലവ് വരും. ഇനി അവിടെ ചെന്നിട്ട് സൈറ്റ് സീൻ ആണെങ്കിൽ ഒരു ദിവസത്തിന് നമ്മൾ 1800, 2000, 3000 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും ഓരോ ദിവസത്തിന് ക്യാബിന് നമ്മൾ കൊടുക്കേണ്ടതുണ്ടാവുക. ഇതുകൂടാണ്ട് നമ്മൾ റൂമിന് ഒരു 1500 മുതൽ 2000 വരെയൊക്കെ നമ്മൾ റൂമിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൽ നല്ലത് നമുക്ക് പാക്കേജ് എടുത്ത് പോകുന്നതായിരിക്കും. ഡൽഹിയിൽ എത്തിയിട്ട് അവിടുന്ന് പാക്കേജ് എടുത്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മണാലിക്ക് പോകാനുള്ള പാക്കേജ് ഏതുള്ളത്? അതുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ്സ് അനുസരിച്ചിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ പാക്കേജ് ഉണ്ട്. 4400 രൂപ മുതലൊക്കെ പെർ ഹെഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് മണാലി പോയിട്ട് മണാലിയിൽ 3 ദിവസം സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ച് ഡൽഹിയിലേക്ക് എത്താൻ പറ്റും. അതിൽ നിങ്ങൾക്ക് 2 ദിവസം സ്റ്റേ ഉണ്ടായിരിക്കും മണാലിയിൽ. അതുപോലെ തന്നെ 3 ദിവസത്തെ സൈറ്റ് സീൻ ഉണ്ടായിരിക്കും. ഇത് കൂടാണ്ട് നിങ്ങൾക്ക് 2 ദിവസം ബ്രേക്ക്ഫാസ്റ്റും 2 ദിവസം ഡിന്നറും അപ്പ് ആൻഡ് ഡൗൺ ബസ് ടിക്കറ്റും ഉണ്ടായിരിക്കും കേട്ടോ. ഇനി ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഈ ഒരു പാക്കേജ് 4 കാറ്റഗറി ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. സ്റ്റാൻഡേർഡ് പാക്കേജ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, ഡിലക്സ് പാക്കേജ് കൊടുക്കുന്നുണ്ട്, ക്ലാസിക് പാക്കേജ് കൊടുക്കുന്നുണ്ട്, പിന്നെ ഇത് കൂടാണ്ട് പ്രീമിയം പാക്കേജും കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്റ്റാൻഡേർഡ് പാക്കേജാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ 2 പേരാണ് നിങ്ങളെങ്കിൽ ഒരാൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് 5000 രൂപ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ 3 അതിൽ കൂടുതലോ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് 4400 രൂപ മാത്രമാണ് കേട്ടോ. ഇനി കപ്പിൾ പാക്കേജ് ആണെന്നുണ്ടെങ്കിൽ 10000 രൂപയ്ക്കും, സ്റ്റാൻഡേർഡ് പാക്കേജിൽ ഹണിമൂൺ പാക്കേജാണ് നിങ്ങൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 11000 രൂപയാണ് കൊടുക്കേണ്ടത്. ഇനി ഡിലക്സ് കാറ്റഗറിയിലേക്കാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 പേരാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് 5500ഉം, 3 അതിൽ കൂടുതലോ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് 5000 രൂപയാണ് കേട്ടോ. ഡിലക്സ് പാക്കേജിൽ നിങ്ങൾ കപ്പിൾ പാക്കേജാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 11000 രൂപയാണെന്നുണ്ടെങ്കിൽ, ഡിലക്സ് പാക്കേജിൽ നിങ്ങൾ ഹണിമൂൺ പാക്കേജാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 12000 രൂപയും. ക്ലാസിക് പാക്കേജിലേക്കാണ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 പേരാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് 6500 രൂപയാണെന്നുണ്ടെങ്കിൽ, ഇനി അതൊരു 3 അതിൽ കൂടുതലോ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് 6000 രൂപയും. ഇനി ക്ലാസിക് പാക്കേജിൻ്റെ കപ്പിൾ പാക്കേജാണ് നിങ്ങൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടത് 13000 ആണെന്നുണ്ടെങ്കിൽ, ഇവരുടെ ഹണിമൂൺ പാക്കേജിന് നിങ്ങൾ കൊടുക്കേണ്ടത് 14500 രൂപയാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ക്യാഷൊക്കെ ഉണ്ട്, നിങ്ങളുടെ ബഡ്ജറ്റ് ഒന്നുകൂടി കൂട്ടുക എന്നൊക്കെ പ്ലാനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം കാറ്റഗറിയിലേക്ക് പോകാം. പ്രീമിയം കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 പേരാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് 7500 ആണെന്നുണ്ടെങ്കിൽ, 3 അതിൽ കൂടുതലോ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് 700 രൂപയാണ് കേട്ടോ. ഇനി പ്രീമിയം കാറ്റഗറിയിലെ കപ്പിൾ പാക്കേജാണ് നിങ്ങൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടത് 15000 ആണെന്നുണ്ടെങ്കിൽ, പ്രീമിയം കാറ്റഗറിയിലുള്ള ഹണിമൂൺ പാക്കേജ് നിങ്ങൾ കൊടുക്കേണ്ടത് 17000 രൂപയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ഇവരുടെ പാക്കേജ് ചൂസ് ചെയ്യാന്നുള്ളതാണ്. ഇവരുടെ ഈ 4 പാക്കേജ്, അതായത് സ്റ്റാൻഡേർഡ് പാക്കേജും ഡിലക്സ് പാക്കേജും ക്ലാസിക് പാക്കേജും പ്രീമിയം പാക്കേജും തമ്മിലുള്ള ആകെ വ്യത്യാസം എന്ന് പറയുന്നത് റൂമുകളിൽ വരുന്ന വ്യത്യാസങ്ങൾ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സെയിം ആണ്. നമ്മൾ സാധാരണ മണാലി പാക്കേജ് ഉള്ളതുപോലെ ഡൽഹിയിൽ നിന്ന് നിങ്ങൾ പിക്ക് ചെയ്തിട്ട് നിങ്ങളെ മണാലിയിൽ എത്തിയിട്ട് ഫസ്റ്റ് ദിവസം നമ്മളവിടുത്തെ ലോക്കൽ സൈറ്റ് സീനൊക്കെ കണ്ടിട്ട് അന്ന് രാത്രി മണാലിയിൽ താമസിച്ചിട്ട് പിറ്റേ ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ വീണ്ടും സോളാങ് വാലി മുതലായിട്ടുള്ള സൈറ്റ് സീനിലൊക്കെ പോയിട്ട് അന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള പാരാഗ്ലൈഡിങ്, റിവർ റാഫ്റ്റിംഗ് പോലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ വൈകുന്നേരം ഒരു 6 മണിയോട് കൂടിയിട്ട് തിരിച്ച് ഡൽഹിയിലേക്ക് വരും കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് 2 ബ്രേക്ക്ഫാസ്റ്റും 2 ഡിന്നറും അതുപോലെ തന്നെ 2 ദിവസം സ്റ്റേ ചെയ്യാനുള്ള റൂമും ഇവർ മണാലിയിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇതുകൂടാണ്ട് നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് മണാലി പോകാനും മണാലിയിൽ നിന്ന് തിരിച്ച് ഡൽഹിക്ക് വരെയുള്ള വോൾവ ബസ് ടിക്കറ്റും ഇവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 8089-975-576 എന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പാക്കേജ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. പ്രോപ്പറായ റിപ്ലൈക്ക് വേണ്ടിയിട്ട് വാട്സപ്പിൽ മാത്രം കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ വരുന്ന വിന്റർ സീസണിൽ മണാലിയിലേക്ക് പോകണമെന്ന പ്ലാനായിട്ട് നടക്കുന്ന ചങ്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് FJ Vloggers എന്ന അക്കൗണ്ട് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക.